Audience. എന്റെ മുത്തേ ചൂട് സഹിക്കാൻ വയ്യ പല്ലേ. ഗൾഫിലെ ചൂടില്ലേ അതേ ചൂടാ ഇവിടുത്തെ. ദുബായി പോയിട്ടുണ്ടോ? കൊള്ള ഞാൻ പോയിട്ടില്ല. പോയ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ചൂടാണ്. അവിടെ എ സി ഇല്ലാതെ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ ഒരു എ സി മേടിക്കും. നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ ആരും തിരിഞ്ഞ സമയമുണ്ട്. ഭയങ്കര പൈസ അല്ലേ മക്കളതുകൊണ്ട് ഇനി പഠിക്കാൻ പോകുന്ന സത്യം. ചൂട് ദോശ എന്തുവാടാ ഈ അടുപ്പെന്നെ കനല് പോരിട്ട് അതേ വലിഞ്ഞു കൊണ്ടുവരുവാന്നോ? വെളിയിലും ചൂട്, ഇനി ആകോടെ പള്ളി ചൂട് മൊത്തം നശിപ്പിക്കുകയാണ് ചേട്ടത്തിന്റെ പരിപാടി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ മുതല് തലേന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് തരാം നിനക്കൊക്കെ. എന്താ പറഞ്ഞാൽ അതിനൊരു മുട്ടാത്തർക്ക മറുപടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ പിന്നെ അല്ലാതെ നിന്നോടൊക്കെ എന്ത് വർത്താനാ? എല്ലാവർക്കും ചൂട് ചായയും ചൂട് ദോശയും കിട്ടാനാ കൊതി. അപ്പൊ പറയാ തണുത്തത് കൊടുക്കാൻ. ഈ ചൂട് ചായയും ചൂട് ദോശ തന്നെ രാവിലെ കഴിക്കണം നിർബന്ധം വല്ലതും ഉണ്ട്? അതോ അല്ലേ എഴുതി വെച്ചിട്ടുണ്ടോ? നീ പോടേർക്കാൻ നാട്ടിൽ തണുത്ത് എന്തെല്ലാം ആഹാരം ഉണ്ടാക്കാം. തണുത്ത സാധനം എന്തുണ്ടറാ? രാവിലെ നല്ല തണുത്തൊരു മിൽക്ക് ഷേക്ക് പോവല്ലോ. ഇഷ്ടംപോലെ തേങ്ങ പറമ്പി പൊഴിഞ്ഞു വീഴുന്നുണ്ട്. അതെടുത്തിട്ട് മറ്റേ പൊളപുളാന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ആ കോക്കനട്ട് പുഡിങ് ഉണ്ടാക്കാമല്ലോ. വാഴപ്പഴവും ഐസ്ക്രീമും മിക്സ് ചെയ്ത് ഫ്രൂട്ട് സലാഡ് തരാമല്ലോ. അത് ഈ ഉഴുന്നരച്ച മാവല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോ? അത് ശരിയാണ്. വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഇത് കൊണ്ടുവെക്കുമ്പോ തിന്നാതിരിക്കാൻ പറ്റുമല്ലോ, അത് പറ്റുമോ? സുഹൃത്തെ, ഈ ചൂട് സമയത്ത് നമ്മുടെ മനസ്സാഗ്രഹത്തിന് ഉള്ളിൽ പലപ്പോൾ തണുത്ത താരുന്നില്ല. ഞാനതല്ലേ പറഞ്ഞു. കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, കോരി കുടിക്കടാണ്. ഒരു ഐസ് ഒന്ന് കടയിൽ പോയിട്ട് ഇച്ചിരി എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പറ്റൂല. അവന് ഞാൻ ഐസ്ക്രീം അല്ല നിനക്ക് ഉണ്ടാക്കി തരാൻ പോണത്. ഇന്നലെ ഞങ്ങൾക്ക് ബ്ലൗസ് ഹൂക്കും തയ്യൽ നൂലും സൂചി ആരാ മേടിച്ചോണ്ട് തന്നെ നമ്മളെ. അതിന്റെ 100 രൂപ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. 100 രൂപ തന്നിട്ടുണ്ടെങ്കിൽ 72 രൂപ കടയില, വേറെ 28 രൂപ എനിക്ക് ബാക്കി കിട്ടും. മതി, നീ കഴിക്കടി വേണേ. എന്താ പൊന്നു മോളെ, ഇവിടുന്ന് രക്ഷപ്പെട്ട് വല്ല ഹോസ്റ്റലിലോ എഞ്ചിനീയറിംഗ് കോളേജോ എവിടെയെങ്കിലും പോകും. തണുപ്പുള്ളത് മാത്രം കഴിക്കും. ഇവിടെ കിടന്ന് ഈ ഉണക്കദോശ കഴിച്ച് ജീവിതം കളയാതെ. പിന്നെ അങ്കിളിന് വേണമെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് കഴിക്കുന്നത്? കഴിക്കാതിരുന്നു. എനിക്ക് ഈ തണുപ്പുള്ള ഹോസ്റ്റലിലും എഞ്ചിനീയറിംഗ് കോളേജിലും പോയി പഠിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രായം കഴിഞ്ഞു പോയല്ലോ. ഇല്ലാതെ പോയനെ ഊട്ടി കോളേജിൽ പോയി ഞാൻ പഠിച്ചേനെ. എന്തായാലും റോസ്മേരിക്ക് ചിട്ടി അടിക്കട്ടെ. ഒരു AC മേടിച്ച് ഞാൻ ഇവിടെ എൻ്റെ റൂമിൽ വെക്കുന്നുണ്ട്. റോസ്മേരിക്ക് എങ്ങാനും ഒരു 10 രൂപ കൂടുതൽ കിട്ടാൻ നിന്നെ അപ്പ അവള് പുറത്താക്കും. ഡൈവോഴ്സ് ചെയ്യും ഞാൻ പറയുമല്ലോ. എന്നെ റോസ്മേരി ഡൈവേഴ്സ് ചെയ്യാൻ അതിന്റെ കൊട്ട മേലാറ് കൂടി കേൾക്കുന്നേ. റോസുവിന്റെ ഉയിര് തണുപ്പിച്ച് തരുവാണെ വേണേ ഒരു ഗ്ലാസ് കുടിക്കും. കുടിക്കണ്ട, ഞാൻ കുടിച്ചോ. എന്റെ മക്കൾ കുടിച്ചോ. എടാ നിനക്ക് നാണുണ്ടാ? നിനക്ക് നാണുണ്ട്? നീ അല്ലേ കുറ്റം പറഞ്ഞത്? അപ്പൊ സാമ്പാർ വീണ് ദോശ തണുത്തല്ലോ, എന്നാ കഴിക്കുന്നതിനെന്ത്? എന്റെ അമ്മോ, വയ്യായി. മൊത്തം ചൂട് വന്ന് വെതര് കുരുത്ത്. മണ്ടഫാന് കാറ്റുമില്ല. വെളി നല്ല കാറ്റുണ്ട്, വെളിയിലെങ്ങനെ പോയിരിക്കാം. മനുഷ്യ ഉരി ചാവത്തേ ഉള്ളൂ. കർത്താവേ, ഇറങ്ങിയപ്പോ കാറ്റുമില്ല. നീല നല്ല പീക്കോക്ക് ബ്ലൂ അതുപോലെ. എത്ര പ്രാവശ്യം പറഞ്ഞു കേട്ടാ വേണ്ട. ഇനി വേണ്ടത് വേണേ. ഇപ്പൊ ഒന്നത് കടക്കാലത്ത് സുഗതമാവന്റെ മോളെ കല്യാണം വരുന്നത്. ആ പോണ കല്യാണത്തിന് ആ നീല സാരി കൊടുത്ത് പോയ രസമായിരിക്കും. അതൊക്കെ രസമായിരിക്കും, പക്ഷെ ഇപ്പൊ പൈസ ഇല്ലാതിരിക്കുന്ന സമയല്ലേ. അതിനടുത്ത് മലയാളത്തിലല്ലേ പറഞ്ഞ എന്ത് കുറച്ച് പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഈ സസ്പെൻഷൻ എത്ര പേരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ കൊടുക്കും. കുടിശ്ശിക കിട്ടിയ പൈസ കൊണ്ട് എല്ലാ ഡീലും തീർത്തിട്ടുണ്ട്. കൊടുക്കാതെ വെച്ചിരിക്കുന്ന സാരി ഉണ്ട് കേട്ടോ, അത് ഞാൻ അതെന്തിന് മറ്റേ അതുകൊണ്ടല്ലോ മഞ്ഞ, ഒരു മഞ്ഞ സാരി, ഒന്നി മഞ്ഞ അല്ലേ നീല, ഇത് രണ്ടെണ്ണം എടുത്തുണ്ട്. എടാ കുറച്ച് പൈസ കയ്യിലിരിപ്പുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഒരു സാരി മേടിച്ചത് വേണ്ടെന്ന് ലോകത്ത് ആദ്യം പെണ്ണ് തന്നെ വേണ്ടെന്ന്. കണ്ടത്തരം കാണിക്കല്ലേ.
നമുക്കേ ആ ഓവർ ബ്രിഡ്ജിന്റെ താഴെ ഒരു പുതിയ തുണിക്കട തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയി മേടിക്കാം. ഉള്ള ഏസിയാ. ഞാൻ കുറച്ചു നേരം ആ ഏസിക്കകത്തിരിക്കാം. മച്ചമ്പി പെരിയ സാരി ഒക്കെ എടുത്താൽ മതി. നീ വരേണ്ട കാര്യമില്ല, എനിക്കറിയാലോ നിങ്ങൾക്ക് എടുക്കാൻ. അവിടെ ഒരു അച്ഛൻ ചൂട് സഹിക്കാൻ പോയി ഇവിടെ. നീ നീല അല്ലേ മഞ്ഞ അത്ര എടുത്താ പോരെ, ഒരു കളർ എടുക്കാം. എന്തൊരു വാശിയാന്ന് നോക്കിയേ. എന്തുവേണം ഞാനിവിടെ വരാൻ. നീ വരണ്ടത് നീ എന്തിനാണ് എനിക്കറിഞ്ഞത് എന്റെ പെണ്ണുമ്പിള്ളക്ക് ഒരു സാരി എടുക്കാനായിട്ട്. ഞാൻ സാരി സെലക്ട് ചെയ്യാൻ വരുമല്ലേ. മച്ചമ്പി സാരി എടുക്കുന്ന സമയം കടക്കകത്ത് ഇച്ചിരി തണുപ്പിടിച്ചിരിക്കാമല്ലോ. ഓ AC കൊള്ളാനായിട്ട് അതാണ് നടക്കൂല. എനിക്കറിയാമല്ലോ. ഒരു 300 രൂപ തരുമോ? എന്തിന്? ഞാൻ ആ തിരുമല വാറിന്റെ AC-ലെങ്ങാനും പോയി ഒരു ബിയറും കുടിച്ച് വെതി അവിടെ ഇരുന്നോളാം. സഹിക്കാൻ പറ്റുന്നില്ല മച്ചമ്പി ചൂട്. മൊത്തം വെതര് പോകും. വെള്ളം അടിച്ചാ അല്ല വെള്ളം അടിക്കാൻ വേണ്ടിയില്ല. AC-ക്കകത്ത് ഒരു ബിയർ മേടിച്ച് 2-3 മണിക്കൂർ സിനിമയും കണ്ടിരിക്കാല്ലോ. അത്ര തണുപ്പ് കിട്ടുമല്ലോ. ഐഡിയ ആയിപ്പോയല്ലോ. ആലോചിച്ചോണം, ബിയർ അടിക്കാൻ എന്റെ പൈസ വെക്കണേ. എനിക്കൊരു ചൂട് തോന്നുമ്പോ പോയി കുളിക്ക്. കുളിച്ചിട്ട് കാര്യമില്ല, അപ്പോഴേ വീർക്കോ. ഈ വെതര് പൊട്ടിട്ട് നീറും. നിന്നെ പോലെ നമ്മള് 100 അക്കൗണ്ട് ഇടാൻ പറ്റും. 100 അക്കൗണ്ട് ഇടാനാ? എന്തിന്? ഞാൻ ആ ATM പോയി പെരിയ പൈസ എടുത്ത് അതിനകത്ത് ഇരിക്കാൻ. എടാ പോടാ അവിടെ പോയി. വെള്ളം കിണറ്റിൽ വെള്ളം കിടപ്പുണ്ട്, അടുത്ത് കുളിക്കാൻ നോക്കും. ആളുടെ പൈസ മേടിക്കാൻ നിൽക്കുന്നവന് ഒരുപാട് പൈസ ഒന്നും വാങ്ങിക്കല്ലേ. ഒരു നല്ലോണം എടുത്തിനാടി. എന്തൊരു വാശിയാ. കെട്ടിയാലേ സർവീസ് തിരിച്ചു കയറിയ പൊങ്ങല മാറും. ആണോ? ഞങ്ങളങ്ങ് സഹിച്ചു. അപ്പൊ വരും. ഒന്നുമില്ല. പുള്ളിയുടെ ഉള്ളു പുകയണം. പുള്ളിയുടെ ഉള്ളു പുകയണമെങ്കിൽ വീട് പുകയണം. ഐഡിയ. അമ്മ എടുത്ത കളി. വലതുവശം ആയതുകൊണ്ട് എന്നെ പേടിക്കണ്ട. ഇടതുവശമാണെങ്കിൽ കുഴപ്പം. വല്ലാത്ത വേദന തന്നെ. അമ്മേ അമ്മേ കൊടുക്കുവാ. അല്ല ഞാൻ ഇച്ചിരി എടാ എന്താ ഈ കൈക്കുണ്ടല്ലോ ഒരു വല്ലാത്ത വേദന. ഞാൻ തുടങ്ങി തരാം. വെറുതെ ഒന്ന് വിരല് കണ്ട ഞെട്ട കേൾക്കുന്നത്. അത് വരും. അതെ ഞരമ്പിന്റെ പ്രായമായി വരുമ്പോ തൊലി ചുളുങ്ങുമ്പോഴേ ഞൊട്ടയും ചുളുങ്ങും. അപ്പൊ സൗണ്ട് വലുതായിട്ട് കേൾക്കത്തില്ല. ചെറുപ്പക്കാരായപ്പോ ടപ്പേട് കേൾക്കും. പ്രായമായപ്പോ ഇത്രയേ ഉള്ളൂ. കനകമച്ചമ്പി പുറത്തോട്ട് പോകുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നു? പോയാ അവ ഇറങ്ങി. പോയി. പോണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ കണ്ടില്ല, ഇനി വയ്യാത്തോണ്ട് ഞാൻ പറഞ്ഞു. എവിടെ പോയതാണെന്നറിയാവോ? പുറത്തോട്ട് പോയി. കനകമച്ചമ്പിക്ക് സസ്പെൻഷൻ സമയത്ത് കുടിശ്ശിക നിന്ന് എന്തോ ശമ്പളമില്ലേ, അതെല്ലാം മൊത്തത്തിൽ കിട്ടി. കിട്ടിയാ നല്ലൊരു തുക കിട്ടിക്കാണുമായിരിക്കും. അമ്മയോട് പറഞ്ഞില്ലേ? അവൻ മറന്നുപോയതാണോ എന്താ എനിക്ക് അറിഞ്ഞൂടാ. പറയുന്നതാ. മറന്നുപോയെന്ന് അല്ല, മനപ്പൂർവ്വം പറയാനതാ. പോയ വഴിക്ക് ലില്ലിപ്പെണ്ണിന് സാരിയോ മാലയോ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കാന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അമ്മയ്ക്കൊന്നും വേണമെന്ന് ചോദിച്ചില്ലേ? എടേ ഞാൻ അറിഞ്ഞില്ല, ഞാൻ അങ്ങോട്ട് ചെന്നില്ലല്ലോ. പോണെന്ന് പറയുന്നത് കേട്ടതേ ഉള്ളൂ. പോണത് ഇതിനാ സാരി മേടിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് വല്ല കസവ് സാരിയോ മുണ്ടോ നേരിയതോ വല്ലോ മേടിക്കുന്നോന്ന്. അപ്പൊ പറയില്ലാന്ന്. അപ്പൊ ഞാൻ മച്ചമ്പി അതെന്തൊരു വർത്താനോ? അമ്മയല്ലേ മച്ചമ്പി ഇത്രയും വളർത്തി വലുതാക്കിയേ. അപ്പൊ ലില്ലിപ്പെണ്ണ് മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ അമ്മയ്ക്കൂടെ മേടിച്ചാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞപ്പോ പറയുന്നേ, അമ്മ പ്രായമായില്ലയോ ഇനി എത്ര നാളെന്ന് വെച്ചാ ലില്ലി അതേപോലെ ആണോ, അവളെന്റെ ഭാര്യയില്ലേ, അവളുടെ കൂടെ അല്ലേ ഞാൻ ജീവിതാവസാനം വരെ താമസിക്കണ്ടേ? എത്ര നാളല്ലയോ എന്ന് അവൻ ചോദിച്ചാ. പോട്ട് സാരമില്ല. അങ്ങനെ സാരമില്ലാന്ന് വെക്കരുത്. അമ്മ പയറ് പോലെ നടക്കുന്ന ആളല്ലേ. അമ്മക്ക് വയ്യാതെ തളർന്നു കിടക്കൊന്നുമല്ലല്ലോ. അമ്മയ്ക്ക് ഒരു 100-500 ഒരു സാരി മേടിച്ചെന്നാലെന്താ? വരട്ട് വരുമ്പോ അറിയാമല്ലോ. വരുമ്പോ അറിയാവുന്നില്ല. ലില്ലിപ്പെണ്ണിന് കൊണ്ടുവരും. അല്ല വീട്ടു സാധനം വാങ്ങിക്കണമെന്നൊക്കെ പറയുന്ന കേട്ടോ. വീട്ടു സാധനങ്ങൾ മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞ് ലില്ലി നിനക്ക് ഒരു സർപ്രൈസ് തരും. അപ്പൊ ലില്ലിപ്പെണ്ണ് വെച്ച് എന്താന്ന് വെച്ചാൽ പറഞ്ഞ് നിനക്ക് നല്ലൊരു പട്ടുസാരി മേടിച്ചോണ്ട് വരും. പട്ടുസാരി ആകുമ്പോൾ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കാണുമല്ലോ. അപ്പോഴാണ് ഇത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടോ ഭയങ്കര വർഷമായിപ്പോയി. കാര്യം അമ്മയ്ക്ക് മേടിച്ചു തരാതെ ലില്ലിപ്പെണ്ണ് മാത്രം മേടിച്ചു തരുവാന്ന് പറഞ്ഞപ്പോ അമ്മ ഇത് ചോദിക്കണം. അമ്മ ഇത് ചോദിക്കണം. ചോദിക്കണോ? അമ്മയുടെ മോനല്ലേ? ചോദിക്കാം. കുടിശ്ശിക ശമ്പളം കിട്ടിയ കാര്യം പറഞ്ഞില്ല, അത് പോട്ടെ. സാധനം മേടിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ല, അത് പോട്ടെ. സാരി മേടിക്കുന്ന കാര്യം പറഞ്ഞില്ല, അമ്മയ്ക്കിട്ട് സാരി മേടിക്കുന്നുമില്ല. ഇത് ചോദിക്കണോ വേണ്ട? അമ്മ പറ. ചോദിക്കണ്ടേ? ചോദിക്കണം. ഞാൻ ചോദിക്കും. അമ്മയ്ക്ക് മേടിച്ചു തരേണ്ട ആളല്ലേ കനകമച്ചമ്പി. ആ മച്ചമ്പി ഇങ്ങനെ കാണിച്ചാല്
വരട്ടെ. പിന്നെ ചോദിക്കുമ്പം ഞാനിങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞു എന്നൊന്നും അറിയാതെ പോലും പറയരുത്. 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 ആ അത് അമ്മയുടെ മുമ്പിൽ വെച്ച് ലില്ലിപ്പെണ്ണ് സാരി എടുത്തു കൊടുക്കുമ്പോൾ ആ സ്പോട്ടിൽ അമ്മ പ്രതികരിക്കണം. എവിടെയാടാ എനിക്കെന്ന് ചോദിക്കണം. അതാ നല്ലത്. അല്ല ഞാൻ ഇങ്ങനെ ഒന്നും പറയരുത്. അरे എനിക്ക് അത്ര സ്നേഹം കൊണ്ടാണ് അമ്മ പറഞ്ഞു. എനിക്ക് അത്ര ചങ്ക് കഴിച്ചമ്മ എന്റെ പൈസ ഉള്ളത് 10 സാരി അപ്പ കൊണ്ട് തന്നേനെ. വരട്ടെ, ഇത് ചോദിക്കണം, ഞാൻ ചോദിക്കും. എന്ത് ലഹളാണെന്നാലും ശരി തന്നെ. ചിലപ്പോ അവളുടെ സാരി എടുത്തങ്ങ് ചുട്ടുകളയുമായിരിക്കും. എന്താ നടക്കട്ടെ, അവളാണ് ആ ലില്ലി പല്ലി കില്ലി. അതാണ് അമ്മ വേണ്ടത്. എനിക്ക് എന്റെ സ്ഥാനം എന്താണ്? എന്താ ഉദ്ദേശം? ചേട്ടത്തിയാ ആ ഇപ്പൊ ഒന്നും മുട്ട വറുത്ത അത് വറുത്താന്ന് എന്നോട് പറയരുത്. ഞാൻ നല്ല പണിയില്ല. ഞാൻ എപ്പോ അടുക്കളയായിട്ട് വന്നാലും മുട്ട വറുത്താലും ആഹാരം കഴിക്കാനെന്ന് മാത്രമേ ഉള്ളൂ. നീ അത് ചോദിക്കാൻ വേണ്ടിട്ടല്ലേ വരുന്നത്. അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങ വെള്ളമെങ്കിലും പിഴിഞ്ഞു തരാൻ പറയും. ഇതാതൊന്നും തോന്നാമല്ലോ. മനസ്സിലായിട്ടൊരു സങ്കടം പൈസ ആണെങ്കിലും ഇല്ല. അതൊന്നും അല്ല പെണ്ണുമ്പിള്ളേ. മനസ്സിന് വലിയൊരു വിങ്ങലുണ്ടായി. അത് നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നേ. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പോയേക്കാം. പറ നിന്റെ മനസ്സിന്റെ വിങ്ങൽ എന്താണെന്നുള്ള എനിക്ക് ഊഹിക്കാൻ പറ്റും. പറഞ്ഞു കഴിയുമ്പോൾ മുഖത്ത് ചിരി കാണണം. എനിക്കതേ ഉള്ളൂ. ഏത് കടയിൽ ചെന്നിട്ടൊന്ന് പലഹാരം തരാതിരുന്നത്? പലഹാരം നിന്നൊന്നുമല്ല. പിന്നെന്താ? അത് കേട്ടാൽ നിങ്ങൾക്ക് വിഷമാവുന്നൊരു കാര്യമാണ്. എന്ത് കാര്യം? ക്ലീറ്റോ മച്ചമ്പി പറയുന്നത് കറക്റ്റാ. അത് പിന്നീട് ആലോചിക്കുമ്പോഴേ നമുക്ക് അതിന്റെ സത്യം മനസ്സിലാവും. എന്താ ക്ലീറ്റോ മച്ചമ്പി പറഞ്ഞത് നിന്നോട്? കനകം മച്ചമ്പി എന്ന് പറഞ്ഞ തങ്കം ചേട്ടത്തേക്ക് ജീവന്റെ ജീവനാണ്. അത് പിന്നെ പറയാനുണ്ടോ? ഭയങ്കര സ്നേഹമാണ്. ഓ ആ കനകം മച്ചമ്പിക്ക് തങ്കം ചേട്ടത്തോട് അത്ര സ്നേഹമില്ല. അയ്യാ അത് നീ അല്ല തീരുമാനിക്കുന്നത് കേട്ടാ. ഞാൻ പ്രതീക്ഷിച്ചു ഇത് തന്നെ ആയിരിക്കും ഇവിടുത്തെ മറുപടി എന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചു. എന്താ ഇപ്പൊ കാര്യം? എന്താ നിങ്ങൾ ഇത്ര സ്നേഹത്തോടെ കാണിച്ചിട്ടും അങ്ങനെ ഈ ഒരു വർത്താനം പറയരുതായിരുന്നു. എന്ത് വർത്താനം പറഞ്ഞവൻ? ഓ ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളെ പറയടാ ഇറക്കാ. എനിക്ക് എന്റെ ആങ്ങളെ വലുത് തന്നെയാ. അപ്പൊ നിനക്കെന്ത് വേണം? ഇത്രയും വലിയ ആങ്ങളയ്ക്ക് സസ്പെൻഷൻ സമയത്ത് നിന്ന കുടിശ്ശിക ശമ്പളം കിട്ടിയ കാര്യം പെങ്ങളെടുത്ത് പറഞ്ഞോ? അവന് ശമ്പളം കിട്ടിയാ? കിട്ടി. കിട്ടട്ടെ. ഇപ്പൊ എന്റെ അടുത്ത് പറയണ എന്തിനാ? അല്ല, ഒരു ഭിത്തിക്ക് അപ്പുറത്തിരുന്നോണ്ട് ഒരു വാക്ക് പറഞ്ഞോ? എനിക്കറിയാതൊന്നും കുഴപ്പമൊന്നുമില്ല. അവന് പൈസ കയ്യിലുണ്ടായാൽ മതി, പാവം. ആ പൈസ കൊണ്ട് പുറത്തെന്തോ സാരി മേടിച്ചു കൊടുക്കാനോ ലില്ലിപ്പെണ്ണിന് എന്തൊക്കെയോ ആഭരണം മേടിച്ചു കൊടുക്കാനോ എന്തൊക്കെയോ പരിപാടികൾ പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ട്. ആണോ? അപ്പൊ എനിക്കും കിട്ടും സാരി. ആ പ്രതീക്ഷ തെറ്റി. ഒരു മൊട്ടു സൂചി കിട്ടത്തില്ലല്ലോ. ആര് പറഞ്ഞു? കനകമച്ചമ്മേനോട് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇതുവരെ അവൻ ചെയ്തിട്ടില്ലല്ലോ. തങ്കം ചേട്ടത്തിയാണ് സത്യം എന്നോട് ഇപ്പൊ ഈ മുറ്റത്ത് വെച്ച് പറഞ്ഞ് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതേ ഉള്ളൂ. എന്താ പറഞ്ഞു? ആ സങ്കടം മനസ്സിൽ കിടന്ന് വിങ്ങലായോണ്ടാ നിങ്ങളടുത്ത് ഒന്ന് പറയാന്ന് പറഞ്ഞു. അവള് വലിയ സ്നേഹത്തിലാന്നല്ലോ പുന്നാര ആങ്ങളെ കാണുന്നത്. അവൻ പറഞ്ഞു എന്നോട് എനിക്ക് സാരി മേടിച്ചു തരില്ല. പറഞ്ഞു. എന്ത് പറഞ്ഞു? ലില്ലിപ്പെണ്ണ് സാരി മേടിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു തങ്കം ചേട്ടത്തി മേടിക്കുന്നില്ലെന്ന് ചോദിച്ചു. തങ്കത്തിനൊന്നും മേടിക്കുന്നില്ല എന്ന്. അവളെ കെട്ടിച്ചയച്ചു. അവക്ക് കെട്ടിയവനുണ്ട്, കുടുംബമുണ്ട്. അവക്ക് വേണമെങ്കിൽ അയാൾ മേടിച്ചു കൊടുക്കണം. എല്ലാവരുടെ ചെലവിനും ഒക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇല്ല, എൻ്റെ പെണ്ണുമ്പിള്ളി അവളാണ് എൻ്റെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കേണ്ട. അവളുടെ സന്തോഷം എനിക്ക് വലുതെന്ന് പറഞ്ഞു ഒറ്റപ്പോക്കിറങ്ങി. കേട്ടപ്പോൾ സത്യം എനിക്ക് ഭയങ്കര സങ്കടമായി. നിങ്ങൾ വലിയ ജീവനായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? ഇപ്പൊ ചിരിപോയ മുഖത്തൊന്നും. ഞാനിത് കുത്തിത്തിരിപ്പിന് വേണ്ടി ഒന്നും വന്ന് പറഞ്ഞതല്ല. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരാളൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. വേറെ ആളാണെങ്കിലും ഞാൻ വിട്ടേനെ. നിങ്ങൾ ജീവനല്ലേ സഹിക്കുന്ന കനകമച്ചമ്മയാണ് ഞങ്ങളുടെ വന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞ എന്റെ പൈസ കൊണ്ട് 10 സാരി അവിടെ കൊണ്ടുവന്ന് പാലാമർത്തിയാ പറ്റില്ല. അറിയോ? അത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. പിന്നെ പക്ഷേ ഉണ്ടല്ലോ, അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവള് തിരിച്ചു കൊടുക്കണതാ. അല്ലാതെ എന്റെ ആങ്ങൾ അങ്ങനെ മാറൂല. ഇനി അവൾ അങ്ങനെ എരി കയറ്റിയെന്ന് വെച്ചോട്ടെ, നിങ്ങളുടെ സ്വന്തം ചോരയാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളെ കുറിച്ച് ഓർമ്മ വേണ്ടേ? ഒരു നിമിഷം ചിന്തിക്കല്ലേ? ബാല്യകാലങ്ങൾ പഠിച്ചത് വളർന്നത് ഒരേ കട്ടിൽ കിടന്ന് ഉറങ്ങിയത് ഉണ്ടത് അങ്ങനെ ഓർത്തോ? ഞാൻ പറഞ്ഞതും പറഞ്ഞ ലില്ലിപ്പെണ്ണ് സാരി എടുത്തു കൊടുക്കുമ്പോൾ ചോദിക്കാനും പറയാനൊന്നും അങ്ങോട്ട് ചെല്ലല്ലേ. അവരായി അവരുടെ പാടായി.
ഞാൻ എന്തിനാ ചോദിക്കാൻ നടക്കുന്നത്? ഞാൻ അവന്റെ ആരും അല്ലെങ്കിൽ. ഞാൻ അപ്പുറത്തൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളെ കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഉടയോനേ റഹ്മാനേ. കയ്യില് കവറുണ്ട്. അമ്മേ അമ്മേ കലാമച്ചമ്മ വേളിയിൽ വരുന്നുണ്ട്. കയ്യില് കവറുണ്ട്. അമ്മ ഇറങ്ങോ. എല്ലിപ്പെണ്ണ് സാരി എടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോ അന്നേരം ചോദിച്ചോണം എനിക്കുള്ള സാരി എന്ത്, നീ എന്തിനാണ് എന്നോട് കളിച്ച് ചോദിക്കണം കേട്ടല്ലോ. വരുന്നു പെടുന്നു. വന്നാ എന്തായി? ഭയങ്കര ചൂടുതാ. മലക്കറി സാരി വാങ്ങിച്ചില്ലേ? ഇല്ല. വാങ്ങിക്കാൻ മനസ്സിലായിരുന്നെങ്കിൽ പിന്നെ ഏട്ടൻ എന്താ ഏട്ടാ രാവിലെ തൊട്ട് വിളിച്ച് കൂവിക്കൊണ്ടിരുന്നത്? ഇല്ലേ? എന്താ ഒരു ചിരി? ഇത് തിരിക്കുന്നു. മലക്കറിക്കൊക്കെ ഭയങ്കര വിലയടി. എല്ലാം ഉണ്ടായിരുന്നു. വാടിപ്പോയല്ലോ. ഇപ്പൊ നോക്കിയത് ഇപ്പൊ എല്ലാവർക്കും ഇതിനെ എടുത്ത് കൊടുക്കുന്നതാണ്. എന്താ പണയ? ഞാനെന്തിനാ പിണങ്ങണത്? അല്ല തന്നെ ആരോട് പിണങ്ങണം? എന്നോടല്ലേ പിണങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. ഏട്ടനൊന്ന് പൊയ്ക്കേ. നോക്ക ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാരിയുടെ കാര്യം ആദ്യം ആരാ പറഞ്ഞത്? ഏട്ടനല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ കുറെ നാൾക്ക് ശേഷം ജോലിക്ക് കയറിയതല്ലേ, ഉള്ള പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ പറഞ്ഞു. അപ്പൊ ഏട്ടൻ എന്താ പറഞ്ഞത്? ഇല്ല സാരില്ല പൈസ ഉണ്ട്, നിനക്കൊരു സാരി വാങ്ങിച്ചിരാന്ന് പറഞ്ഞു. അപ്പൊ സത്യമായിട്ട് എനിക്കും കുറച്ച് മോഹം വന്നു. അപ്പൊ പിന്നെ വാങ്ങിക്കാതെ വന്നു. സാരമില്ല, പിന്നെ മോഹിച്ച സാധനമൊന്നും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ. എനിക്കിത് പുത്തരിയല്ലല്ലോ, എനിക്ക് കുഴപ്പമില്ല. എന്താന്നറിയാടി, നമ്മള് ശരിയാണ്, ഞാൻ തന്നെയാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. പക്ഷെ സംഭവിച്ചല്ലേ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ പൈസ ചിലവാക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തെക്കാളും വലിയൊരു കാര്യത്തിനാണെങ്കിൽ ഞാൻ അവിടേക്ക് സുരേഷിനെ വിളിച്ചടി. സുരേഷ് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരുപാട് പ്രാവശ്യം ഒരുപാട് പൈസ എനിക്ക് തരാനും ഉണ്ട്. കുറേയൊക്കെ തന്നു തീർന്നിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴും ബാലൻസ് ഉണ്ടെങ്കിലും അവൻ പറഞ്ഞ്. അപ്പോൾ എന്നിട്ട് ആദ്യം എന്നോടല്ലേ ചോദിച്ചു, പലരോടും ചോദിച്ചിട്ടും ഇല്ല, കുറച്ചെന്തെങ്കിലും തരാണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടിച്ചു. കുഞ്ഞിൻ്റെ കാര്യമല്ലേ, കൂട്ടുകാരൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എൻ്റെ എന്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവൂലേ ഈ പറഞ്ഞ കണക്ക്. അത് സാരമില്ല, ഇനി വാങ്ങിച്ചു തന്നാ മതി, അത് കുഴപ്പമില്ല. നോക്ക്, എനിക്ക് വിഷമം മാറിയേട്ടാ. ചിരിച്ചില്ലല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത പ്രാവശ്യം മേടിക്കാടി. അടുത്ത പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോ മോഹിപ്പിക്കുന്നതല്ല, ഉറപ്പാണ്. അടുത്ത പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോ 2 സാരിയാണ് മേടിച്ചത്. 2 സാരി ഒന്നും വേണ്ട, ഒരു സാരി. 2 സാരി അല്ലെങ്കിൽ 2 സാരിയുടെ വിലയുള്ള ഒരു സാരി. ചായ എടുക്കട്ടെ? ഏറ്റില്ലല്ലേ? ചിലവലത്ത് ശരിയാവും, ചിലവലത്ത് ശരിയാവത്തില്ല. ഇത് പക്ഷെ ഒട്ടും ശരിയായില്ല.